ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നേമത്ത് അട്ടിമറി ഉറപ്പെന്ന UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ റിപ്പോർട്ട്. നേമത്ത് വിജയിക്കുമെന്ന നിയോജക മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകി. 4500-നും 5300-നും ഇടയിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നും UDFന്റെ കണക്ക്. ബൂത്ത് കമ്മിറ്റികളുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് കണക്കുകൂട്ടൽ. BJPയിൽ നിന്നും വോട്ട് ചോർന്നതായും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിപ്പിക്കപ്പെട്ടെന്നും നിയോജക മണ്ഡലം കമ്മിറ്റി വിലയിരുത്തുന്നു. റോഷിവാൽ ചേരുന്നു. റോഷിവാൽ, നേമത്ത് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് BJPയുടെ A ക്ലാസ് മണ്ഡലം, BJPക്ക് കൂടുതൽ സാധ്യത പലയിടങ്ങളും വിലയിരുത്തപ്പെടുമ്പോൾ UDFന്റെ ഒരു വിലയിരുത്തലുകൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. റോഷി, അങ്ങനെ തന്നെയാണ്. നേമത്ത് വാശിയേറിയ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടം കൂടിയായിരുന്നു നേമത്ത് നടന്നത്. ആ 3 ആഴ്ച നീണ്ട പോരാട്ടത്തിനൊടുവിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ചേർന്ന UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ബൂത്ത് കമ്മിറ്റികൾ നൽകിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നേമത്ത് UDF വിജയിക്കുമെന്ന വിലയിരുത്തലിലേക്ക് എത്തിയത്. ഏതാണ്ട് 4500-നും 5300-നും ഇടയിലുള്ള ഭൂരിപക്ഷമാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. ആ റിപ്പോർട്ട് ഇന്ന് ജില്ലാ UDF കമ്മിറ്റി കൈമാറിയിട്ടുണ്ട്. അതിന്റെ കാരണമായി അവർ വിലയിരുത്തുന്നത് സർക്കാരിനെതിരെയുള്ള വികാരം ഉൾപ്പെടെ അത് UDFന് അനുകൂലമാകുന്നതിനൊപ്പം തന്നെ അവസാന ഘട്ടത്തിൽ CSIയുടെ നേതാവായ പ്രവീണിനെ ഇളവങ്കോട് തമിഴ്നാട് സീറ്റ് നൽകിയത് CSI വോട്ടുകൾ, നാടാർ വോട്ടുകൾ UDFന് അനുകൂലമാകാൻ പ്രധാന കാരണമായിട്ടുണ്ട്. FCRA നിയമവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വോട്ടുകളുടെ ഏകോപനം നടന്നു. മുസ്ലിം വോട്ടുകളും UDFന് അനുകൂലമായി ഏകോപിപ്പിക്കപ്പെട്ടു എന്ന വിലയിരുത്തലാണ്. അതിനൊപ്പം തന്നെ BJPക്കകത്ത് വിഭാഗീയത നിയമമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലും UDFനുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബൂത്തുകളിലെ കണക്കുകളിൽ UDFന് മേൽക്കൈ ഉണ്ടാകുന്നത്. ഏതായാലും അപ്രതീക്ഷിതമായ ഒരു അട്ടിമറി നേമത്ത് സംഭവിക്കുമെന്ന ഒരു കണക്കുകൂട്ടലാണ് UDF നേതൃത്വമുള്ളത്. റോഷിനി. റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.